കിറ്റി വരുന്നതിന് മുമ്പുണ്ടല്ലോ നമ്മുടെ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ഇവിടെ വന്നിരുന്നു. അപ്പൊ അവരുടെ ഒരു നൃത്താവിഷ്കാരത്തോടെയാണ് നമ്മുടെ ഈ കലോത്സവം തുടങ്ങിയത് തന്നെ കേട്ടോ. അതില് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലില് എല്ലാം നഷ്ടപ്പെട്ട കുട്ടികളില്ലേ വെള്ളാർമല സ്കൂളിലെ, അപ്പൊ അവര് ഉരുൾപൊട്ടലും അതിജീവനും ഒക്കെ പ്രമേയമാക്കിക്കൊണ്ട് ഒരു നൃത്താവിഷ്കാരം നടത്തി. സംഘനൃത്തമായിരുന്നു. അതിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ഇവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ഉപഹാരങ്ങളൊക്കെ നൽകി. ഈ വേദിക്കടുത്ത് ആ സ്കൂളിലെ ഒരു ടീച്ചർ സിമി നിൽക്കുന്നതായിരുന്നു. ആ ടീച്ചർ കരയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ആ നിമിഷങ്ങൾ അത് കാണാത്ത പ്രേക്ഷകർക്കായി നമുക്ക് ഒരിക്കൽ കൂടി കാട്ടിക്കൊടുക്കാം. കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളായിരുന്നു ചൂരൽമലയിൽ നിന്നെത്തിയ കുട്ടികൾക്കുള്ള സ്വാഗതം. ഒരു നിമിഷം കൊണ്ട് സകലതും നഷ്ടപ്പെട്ട ഒരു നാടിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പായിരുന്നു പിന്നെ വേദി കണ്ടത്. കണ്ണെറിഞ്ഞ കാമുകിയെ പോൽ നെഞ്ചിൽ തിരിയിടുന്നവൾ ഇവള് നമ്മുടെ വയനാട്, തെളിനീരണിഞ്ഞ പൊന്നാട്, നീലിമലയുടെ ചൂരൽമലയുടെ തങ്ങളെ കൈവിടാത്ത നാടിന് കലയിലൂടെ നന്ദി പ്രകടനം. ഇവിടൊരു സ്വർഗമായി കണ്ട മനുഷ്യരെ, സ്വപ്നവും കണ്ടുറങ്ങുന്ന മനുഷ്യരെ. നാടിന്റെ വേദന പറഞ്ഞവർ ആടിയപ്പോൾ കണ്ടുനിന്നവരും കണ്ണീരണിഞ്ഞു. ഉയിർത്തെഴുന്നേൽപ്പിന്റെ മഹാമാതൃക കാട്ടിയവർക്ക് കലാവേദിയിൽ വെച്ച് നാടിന്റെ ആദരം. ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം.